അപ്പോൾ ഏവർക്കും നമസ്കാരം. നമ്മൾ ചെറിയൊരു യാത്രയിലുണ്ട്. യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ കമ്പത്താണ്. കമ്പം പോകുന്ന വിശേഷം പറയാനല്ല വന്നത്. ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ജില്ലാ മാത്സ് ഫെസ്റ്റിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നായിരുന്നു ജില്ലാ മാത്സ് ഫെസ്റ്റ്. മാത്സ് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് നേരെ കമ്പത്തേക്ക് വിട്ടടിച്ച് പോവുകയാണ് കേട്ടോ. അവിടെ മുന്തിരിപ്പാടവും മുന്തിരിങ്ങ ജ്യൂസ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. അതിനും ഒരു കാര്യം പറയട്ടെ, റിസൾട്ട് വന്നു കേട്ടോ. എന്താണെങ്കിലും ടീച്ചിങ് എയ്ഡിൻ്റെ റിസൾട്ട് അറിഞ്ഞത് നമ്മുടെ വണ്ടിയുടെയൊക്കെ ബാക്കിൽ നിറച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ. എന്താണെങ്കിലും ഓക്കെ. അപ്പോൾ എന്താണ് ചെയ്തത്, ഉണ്ടാക്കിയ സാധനം എന്തൊക്കെയാണെന്ന് പറയാം. അതിനു മുമ്പ് റിസൾട്ട് പറയാം. റിസൾട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സംസ്ഥാനത്ത് വെച്ച് കാണാം. അപ്പോൾ സംസ്ഥാനം ഈ പ്രാവശ്യം ശാസ്ത്രമാണ് നടക്കണേ നമ്മുടെ ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ വെച്ച് എന്തായാലും നമുക്ക് അടുത്ത മത്സരം, അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് ആലപ്പുഴയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്ന കമ്പത്തിനാണ് പോകുന്നത്. അപ്പോൾ കമ്പത്ത് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. അതൊക്കെ കൂടെ കണ്ടിട്ട് നമുക്കിത് ടപ്പേന്ന് നമുക്ക് തിരിച്ചു വരാം. ഇത് മുന്തിരിങ്ങ അല്ലേ കണ്ടത്? നമ്മളിത് കമ്പത്തെ മുന്തിരിപ്പാടത്തിന്റെ അല്ലേ. ഇത് രണ്ട് സൈഡും മുന്തിരിങ്ങയല്ല മുന്തിരിപ്പാടാണ് കേട്ടോ. അപ്പൊ ഡിണ്ടുഗൽ, മധുരൈ, തേനി, ഗൂഡല്ലൂർ അല്ലേ, ഇത് മൊത്തം മുന്തിരിപ്പാടാണ് കേട്ടോ. മുന്തിരിപ്പാടം. അപ്പൊ ഒരു ദിവസം ഈ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് പോരെ കമ്പത്തിന്, അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മളിത് അങ്ങനെ തെങ്കാശിയിൽ എത്തിയിട്ടോ. തെങ്കാശിയിൽ ഇവിടെ ഈ ഒരു ഷോപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുന്തിരിപ്പാടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, MSR എന്ന് പറയുന്ന. ഇപ്പം എന്നോട് വേറെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു അവിടെ കടല കിട്ടുമെന്ന് പറഞ്ഞു. 1 കിലോയ്ക്ക് 150 അങ്ങനെ അങ്ങോട്ട് റേറ്റേ ഉള്ളൂ. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്ന് എനിക്കും തന്നായിരുന്നു. അപ്പോൾ ഞാനും കഴിച്ചായിരുന്നു. നല്ല കടലയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പോകുമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മളിത് ഇനി ഒരു ചായ കുടിച്ചു. ഇവിടെ ചായ വന്നു കഴിയുമ്പോൾ പേപ്പർ ഗ്ലാസ്സിലാണ് കേട്ടോ ചായ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗ്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിൽ കിട്ടി. പേപ്പർ ഗ്ലാസ്സിലാണെങ്കിൽ ഇത് 2 ചായയാണ് കേട്ടോ. ഗ്ലാസ്സിലാകുമ്പോൾ ഒറ്റ ചായ നിറച്ച് കിട്ടും. നമുക്ക് മലയാളികൾക്ക് ചായ നിറച്ച് കുടിക്കുന്നതാണല്ലോ ശീലം. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് മുന്തിരിപ്പാടം കാണാൻ പോവുകയാണ്. പിന്നെ എല്ലാവരും ഇപ്പം ചിലവൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുന്തിരിപ്പാടം കാണാൻ കയറി കുറച്ച് കാഴ്ചകളും കൂടിയൊക്കെ ഉണ്ട്. ഓക്കെ. ഇവിടെയാണ്, ഈ ഒരു കവലയിലാണ് മുന്തിരിപ്പാടം കാണാനായിട്ട് കൂടുതൽ ആൾക്കാരും എത്തുന്നത്. ഇവിടെ 2 സ്ഥലങ്ങളിലുമായിട്ട് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ മുന്തിരിപ്പാടത്തിൻ്റെ അവരുടെ തന്നെ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. അവിടെ മുന്തിരിങ്ങയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തേക്ക്, ഒരു മുന്തിരിപ്പാടത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വലിയ ഉത്സവത്തിൻ്റെ ആൾ പോലെ ഒത്തിരി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ കണ്ടില്ലേ മുന്തിരിങ്ങ കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. ഒപ്പം ഇവിടെ ജ്യൂസ്, വൈന്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാനും കിട്ടും. നമ്മൾ ഇവിടുന്ന് കുറച്ച് മുന്തിരിങ്ങയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സിലാണ് മുന്തിരിങ്ങ കിട്ടുന്നത്. അപ്പോൾ ഇത് 5 കിലോൻ്റെ മുന്തിരിങ്ങയാണ്. ഇവിടെ 60 രൂപയാണ് കിലോയ്ക്ക് വില. അപ്പോൾ 300 രൂപയ്ക്ക് നമുക്ക് 5 കിലോ മുന്തിരിങ്ങ കിട്ടും. അപ്പോൾ നമ്മൾ 3 പേരും ഓരോരോ പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുന്തിരിങ്ങ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം ഇവിടെ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിൻ്റെ കുറേ കളക്ഷൻസ് ഒത്തിരി കടകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കടലയുടെ കാര്യം പറഞ്ഞു. ഇതുപോലെ ഇങ്ങനെ കടല പാക്കറ്റിലുള്ളതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ചും കൂടി ഒരു ഫ്രഷ് ടേസ്റ്റൊക്കെ കിട്ടും ഇവിടെ. അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടെയുണ്ട്. കമ്പത്ത് ചോക്ലേറ്റ് ഷോപ്പാണ് ഇവിടെ. അപ്പോൾ കുറേ അധികം നാച്ചുറൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഷോപ്പ് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പം ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുന്തിരിപ്പാടമൊക്കെ കാണാം. മുന്തിരിപ്പാടമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഈ ടൗണിൽ ഇവിടെ ഒരു കൊച്ചു ഷോപ്പുണ്ട് കേട്ടോ. SM ടോയ്സ് ആൻഡ് സ്നാക്സ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ അടിപൊളി ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാധനങ്ങൾക്ക്. അപ്പോൾ ഇവിടെ കുറേ അധികം സാധനങ്ങളൊക്കെ ഉണ്ട്, ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. പിന്നെ മറ്റൊന്ന് കണ്ടില്ല, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുടെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കടലയുടെ പ്രത്യേകിച്ച് കടല വന്നിട്ട് ഇത് കുറച്ചുകൂടെ ഫ്രഷ് കടലയാണ്. ഇത് കൈകൊണ്ട് വറുത്തെടുക്കണം, മെഷീനിൽ വറക്കുന്ന കടലയല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കടലയുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഐറ്റംസ്, ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ ഷോപ്പൊന്നുമല്ല, പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് നമുക്ക്.
നമ്മൾ മുന്തിരിപ്പാടം കാണാൻ പോയി അവരുടെ തന്നെ ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഒരു സ്നാക്ക് ഇരിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, മൊത്തം ഈച്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് മുന്തിരി ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കാം. മുന്തിരിപ്പാടത്തിൻ്റെ നടുക്ക് തന്നെ മുന്തിരി ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കാം. മുമ്പത്ത് നമ്മൾ കവലയിൽ ടൗണിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇതുപോലത്തെ മുന്തിരിപ്പാടങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മുന്തിരി ജ്യൂസ് അടിച്ച് കിട്ടുകയും കൂടെ ചെയ്യും. അപ്പോൾ 60 റുപ്പീസാണെന്ന് തോന്നുന്നു മുന്തിരിയുടെ ജ്യൂസിൻ്റെ വില. അതോടൊപ്പം തന്നെ മുന്തിരിങ്ങയ്ക്ക് ഇവിടെ 60 രൂപയാണ് കേട്ടോ വിലയുള്ളത്. അപ്പോൾ നമ്മൾ 5 കിലോ മുന്തിരി വാങ്ങിച്ചു 300 രൂപയ്ക്ക്. അതുമായിട്ട് പോകുന്നുണ്ട് വീട്ടിൽ ചെന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുക. എന്നാലും ഇവിടുന്ന് ഇപ്പോൾ 60 രൂപയുടെ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ അത് ജ്യൂസ് പുറകിൽ അടിക്കുന്നുണ്ട്. അവരോട് ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജ്യൂസും കൂടെ കുടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ നമ്മളിത് ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ. ജ്യൂസിന് 60 രൂപയില്ല കേട്ടോ, 40 രൂപയാണുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അല്പം വാട്ടറിയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചാണ് അടിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് സത്യം പറഞ്ഞാൽ മുന്തിരിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ഇവിടെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അത്ര രീതിയിൽ നമ്മളൊക്കെ മുന്തിരിങ്ങ വാങ്ങിച്ചാൽ കൂടുതൽ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ അത്ര അധികം ഒന്നും വാഷ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫായിട്ട് വാങ്ങിക്കുക, വീട്ടിൽ കൊണ്ട് അടിക്കുക. അപ്പോൾ അതെ നമ്മൾ മുന്തിരിപ്പാടത്തുനിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവുകയാണ്. പക്ഷേങ്കിൽ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ജ്യൂസ്. കാരണം നമ്മൾ വീട്ടിലടിക്കുന്ന ജ്യൂസിൻ്റെ ഒരു ഫീലൊന്നും അല്ല. പിന്നെ ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യൂസ് മുന്തിരി അല്ല, റോസ് മുന്തിരിയാണ്. ആ റോസ് മുന്തിരി നമ്മൾ എന്തോരം ഇട്ട് അടിച്ചാലും ഒരു ലൂസ് വെള്ളം പോലെയാണ് അതിരിക്കുന്നത്. അതൊരു പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളവും ചേർത്തിട്ട് വേണം അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഒരു സുഖമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മുന്തിരിങ്ങ വാങ്ങിച്ചോട്ട് നോക്കുക, വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് അത് വാഷ് ചെയ്തതിനൊക്കെ ശേഷം ജ്യൂസ് അടിക്കുക കഴിക്കണമായിരിക്കും ബെറ്റർ ഫോർ ഹെൽത്ത്. ഈ യാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള പൂപ്പാടങ്ങൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പച്ചക്കറികളുടെ പാടങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടികളെയൊക്കെ ആണെങ്കിലും പൂക്കളും പച്ചക്കറികളും അതോടൊപ്പം തന്നെ തെങ്ങും തോപ്പുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അധികം ഇല്ലാത്തൊരു സംഭവമാണ്, അധികം തെങ്ങും തോപ്പുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ചില പൂപ്പാടങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അത് കോവിലിലേക്ക് പറിക്കുന്ന പൂക്കളുള്ള പാടങ്ങളിലാണെങ്കിൽ നമുക്ക് ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോലും നമുക്ക് അതിൻ്റെ അകത്തൂടെ നടക്കാം. പൂപ്പാടത്തിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയധികം പരിശുദ്ധിയോട് കൂടിയാണ് ചില പൂപ്പാടങ്ങളൊക്കെ സംരക്ഷിക്കുന്നത്. എന്നാൽ ചില പൂപ്പാടത്തിൻ്റെ അകത്ത് നമുക്ക് യഥേഷ്ടം ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുന്ന പൂപ്പാടങ്ങളും ഉണ്ട്. പച്ചക്കറികൾക്കൊക്കെ നല്ല വിലക്കുറവിൽ ഇവിടെ ലഭിക്കുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത്തരം ഒരു യാത്രയിൽ നമ്മൾ പോകാനായിട്ട്. നമ്മുടെ യാത്ര നമ്മളിങ്ങി പോരുന്ന വഴിക്ക് നമ്മൾ വണ്ടിപ്പെരിയാറൊക്കെ കഴിഞ്ഞ് നമ്മൾ പാമ്പനാർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലതുവശത്തായിട്ട് AVTയുടെ ഒരു വലിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു ഒരു ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഒപ്പം നല്ല ചായയൊക്കെ കിട്ടും ഇവിടെ കുടിക്കാനായിട്ട്. ഒപ്പം കണ്ടില്ല ഇവിടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ വൻ തിരക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വണ്ടിപ്പെരിയാറിനും പാമ്പനാറിനും ഇടയ്ക്ക് വലതുവശത്തായിട്ടാണ് വലിയ പാർക്കിംഗ് ഏരിയയിൽ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ വന്നു നമ്മൾ കുറച്ച് തേയിലയൊക്കെ അതേ കണ്ടില്ലേ, കർഡി ഗുഡിയുടെ പാക്കറ്റിലുള്ള തേയിലയൊക്കെ നമ്മൾ വാങ്ങിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. പിന്നെ നല്ല ചായയും കുടിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര അങ്ങ് തുടരുകയാണ്. രാത്രിയിലെ ഭക്ഷണമൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിച്ചു. നമ്മുടെ ഗണിതമേള കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ വന്നു. നമ്മൾ പോയ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി എൻ്റെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് എല്ലാം ഭയങ്കര ആക്രിക്കാരുടെ പോലെ ആയിട്ടുണ്ട്. ഞാനൊന്ന് കാണിക്കാവേ. എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെ പോയാലും എന്തായാലും ഗുണമൊക്കെ ഉണ്ടായി. നമുക്ക് എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. അപ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട്.